CPIM ജനറൽ സെക്രട്ടറി സ്ഥാനം ഇനി ഏറ്റെടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കി പ്രകാശ് കാരാട്ട്. പാർട്ടിക്ക് പുതിയ നേതൃത്വം വരും. മുഖ്യമന്ത്രിയായതിനാൽ പിണറായി വിജയന് ഇത്തവണയും ഇളവ് നൽകുമെന്ന സൂചനയും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി റിപ്പോർട്ടറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രകാശ് കാരാട്ട് നൽകി. പാർട്ടി ഭരണഘടനയനുസരിച്ച് ഒരാൾക്ക് പരമാവധി 3 തവണയാണ് ജനറൽ സെക്രട്ടറിയാകാൻ സാധിക്കുക. 3 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ തനിക്കിനി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാനാകില്ല എന്ന് CPIM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. We have a 3-term limit. It's not age. If you have completed 3 terms, then that person cannot continue again as general secretary. സുർജിത്തിന് ശേഷം 2005 ദില്ലി പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആകുന്നത്. പിന്നീട് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ചുമതല യെച്ചൂരിക്ക് കൈമാറുന്നതുവരെ 3 തവണ കാരാട്ട് പാർട്ടിയെ നയിച്ചു. യെച്ചൂരി അന്തരിച്ച ശേഷം കാരാട്ടിനെ ദേശീയ കോർഡിനേറ്ററാക്കി. അസാധാരണ സാഹചര്യത്തിൽ 3 ടേം മാറ്റണമോ എന്നത് പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷേ ഇപ്പോൾ അത്തരം അസാധാരണ സാഹചര്യം ഇല്ല എന്നും കാരാട്ട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന് കഴിഞ്ഞ തവണ 75 വയസ്സ് പ്രായപരിധിയിൽ ഇളവ് നൽകിയതാണ്. ഇത്തവണയും അതിനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയും കാരാട്ട് നൽകി. Last time we did it because main thing is that he is the chief minister. So he has to look after the administrative whole state and therefore he needed to be in the leadership. So this time also we'll discuss the matter. സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ പാർട്ടിയുടെ നയമാറ്റമല്ല. EMSന്റെ കാലത്തും സ്വകാര്യ കമ്പനികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രം സോഷ്യലിസം നടപ്പാക്കാനാകില്ല എന്നും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ തെറ്റില്ല എന്നും കാരാട്ട് പറഞ്ഞു. ബംഗാളിലും അത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. CPMന്റെ മുഖ്യശത്രു BJP തന്നെയാണെന്നും BJPയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും കാരാട്ട് വ്യക്തമാക്കി. PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.